ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 2:5 എൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, ഇന്ന് ശനിയാഴ്ച പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ പറയുന്ന കാര്യങ്ങളാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ. ഈ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ജപമാല പ്രാർത്ഥന. ലൂർദിനും ഫാത്തിമാവിനും എല്ലാം അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനാണ്. ജപമാലയിൽ വചനമാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. യോഹന്നാൻ 15:3 പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ഈ വചനം നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ വിശുദ്ധീകരണം സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ ബെർണാഡ് പറയുന്നു, മറിയം താങ്ങിയാൽ നീ വീഴുകയില്ല, അവൾ സംരക്ഷിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ടതില്ല, അവൾ നയിക്കുമ്പോൾ നീ ക്ഷീണിക്കുകയില്ല, അവൾ നിന്നെ നിത്യസൗഭാഗ്യത്തിൻ്റെ തുറമുഖത്തേക്ക് എത്തിക്കും. പ്രിയമുള്ളവരെ, ഇന്ന ദിവസം പരിശുദ്ധ അമ്മയുടെ നീലങ്കിക്കുള്ളിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സാധിക്കുന്നവരൊക്കെ എല്ലാ ദിവസവും ഒരു ജപമാല ഇല്ലെങ്കിൽ മുഴുവൻ കൊണ്ട് 4 കൊണ്ട് എഴുതി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ നീലങ്കി കൊണ്ട് പൊതിഞ്ഞ അമ്മയുടെ ഉമ്മലഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. എല്ലാ സാത്താൻ്റെ കെണികളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. ഇന്നേ ദിവസത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോ എല്ലാ അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, സാത്താൻ്റെ എല്ലാ കെണികളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ഉമ്മലഹൃദയത്തിൽ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. സകല വിശുദ്ധരുടെ മാധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം. ഈശോ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.